നമസ്കാരം. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ ആകാശ് മിസൈൽ താരമാവുകയാണ്. അർമേനിയയുമായി 6000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാട് നടത്തിയതോടുകൂടിയാണ് ആകാശ് മിസൈൽ പ്രശസ്തനാകുന്നത്. 6000 കോടി രൂപയുടെ ആകാശ് മിസൈൽ വാങ്ങാൻ അർമേനിയ ഈയിടെ തീരുമാനമെടുത്തിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അർമേനിയയ്ക്ക് ഈ ആയുധങ്ങൾ ഇന്ത്യ നൽകി തുടങ്ങും. ഇതോടുകൂടിയാണ് ആകാശ് ലോക പ്രശസ്തമായി മാറുന്നത്. അതിനുശേഷം ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ബ്രസീലും അതുപോലെ തന്നെ ഈജിപ്തും ഉൾപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവരൊക്കെ ആകാശ് മിസൈലിനായി ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളുമായൊക്കെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി വരികയാണ്. ആകാശ് മിസൈലിൻ്റെ ശക്തി, ശത്രുവിനെ സംഹരിക്കാനുള്ള അതിൻ്റെ കഴിവ്, ഇതെല്ലാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഒരു സൈനികാഭ്യാസ പ്രകടനത്തിലൂടെയാണ് ലോകം തിരിച്ചറിയുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കാൻ എന്ന രീതിയിൽ എത്തിയ 4 ആളില്ലാ വിമാനങ്ങളെ ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഒരൊറ്റ ആകാശ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞിരുന്നു. അസ്ത്രശക്തി എന്ന പേരിൽ നടത്തിയ ഈ സൈനികാഭ്യാസ പ്രകടനം ലോകം മുഴുവൻ കാണുകയും ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലിന് മതിപ്പേറുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശ് മിസൈലിന് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ആവശ്യക്കാരായി ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അർമേനിയയുമായി ഇന്ത്യ നടത്തിയ ആയുധ കച്ചവടം, അതിന് മറ്റൊരു അന്താരാഷ്ട്ര തലം കൂടിയുണ്ട്. ഇന്ത്യയുടെ പ്രധാന ശത്രുരാജ്യമായ പാകിസ്ഥാൻ, ഈ പാകിസ്ഥാന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് അർമേനിയ ഇന്ത്യ ആയുധ ഇടപാട്. കാരണം അർമേനിയയും അർമേനിയയുടെ അയൽ രാജ്യമായ അസർബൈജാനും തമ്മിൽ ചില തർക്കങ്ങളുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങളുടെ പേരിൽ നിരവധി തവണ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. കഴിഞ്ഞ 2 യുദ്ധങ്ങളിലും അർമേനിയ പരാജയപ്പെട്ടിരുന്നു. തുർക്കിയും പാകിസ്ഥാനുമാണ് അർമേനിയക്കെതിരായ യുദ്ധത്തിൽ അസർബൈജാനെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസർബൈജാനെ നിലയ്ക്ക് നിർത്തുന്നതിനും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗം വീണ്ടെടുക്കുന്നതിനും അർമേനിയ സമീപിച്ചത് ഇന്ത്യയാണ്. അങ്ങനെയാണ് 6000 കോടി രൂപയുടെ ആയുധ ഇടപാട് ഇന്ത്യയുമായി അർമേനിയ സംസാരിച്ചുറപ്പിച്ചത്. ഇപ്പോൾ ആകാശ് മിസൈൽ അർമേനിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവിടെ ഭയപ്പെടുന്നത് അസർബൈജാനാണ്. അസർബൈജാൻ തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും സൗഹൃദ രാഷ്ട്രമാണ്, സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും തുർക്കിക്കും ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാകിസ്ഥാൻ പൊതുവെ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാൻ വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. ഈ ആയുധം ഉപയോഗിച്ച് അർമേനിയ പ്രതിരോധ രംഗത്ത് മേൽക്കൈ നേടിയാൽ തീർച്ചയായും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും. ഇനിയും കൂടുതൽ ആയുധങ്ങൾ അസർബൈജാന് നൽകാൻ പാകിസ്ഥാൻ ഇപ്പോൾ അശക്തരുമാണ്. എന്തായാലും 2 രീതിയിലും ഇന്ത്യ നേട്ടം കൊയ്യുകയാണ് ഈ ആകാശ് മിസൈലിൻ്റെ കൈമാറ്റത്തിലൂടെ. 1, നയതന്ത്ര തലത്തിൽ ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുന്നു. 2, ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഇതൊരു നാഴികക്കല്ലായി മാറുകയും ചെയ്യുന്നു. ആയുധങ്ങൾക്ക് വേണ്ടി വൻകിട രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറി തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുകയും ആ ശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ ഇന്ത്യ നിർമ്മിച്ച ആയുധങ്ങൾക്കായി അണിനിരക്കുകയും ചെയ്യുന്നത് ഈ രാഷ്ട്രം നേടിയെടുത്ത മാറ്റങ്ങൾ അല്ലെങ്കിൽ നേടിയെടുത്ത പുരോഗതി, പ്രതിരോധ രംഗത്ത് ആർജിച്ച ശക്തി, ഇതൊക്കെ തെളിയിക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.